പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ പുറത്തുവരുന്നത് അത്യന്തം ഉത്കണ്ഠയുണ്ടാക്കുന്ന വിവരങ്ങളാണ്. നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യക്കടലാസുമായി സർക്കാർ ഗസ്റ്റ് ഹൗസിൽ ഒരു സംഘം താമസിക്കുക, 32 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ വാങ്ങി വിദ്യാർത്ഥികൾക്ക് ശരിയുത്തരങ്ങൾ നൽകുക, അതേ ചോദ്യക്കടലാസ് തന്നെ പിറ്റേന്ന് പരീക്ഷയ്ക്ക് വരിക. സത്യസന്ധമായ എന്തോ ആണ് നടക്കുന്നത് എന്ന് കരുതി 1-2 വർഷമൊക്കെ റെഗുലർ പഠനം പോലും മുടക്കി ഏകാഗ്രചിത്തരായി പരീക്ഷ മാത്രം നടത്തി വന്നവരാണ് അപ്രസക്തരായത്. സാധാരണ പഠനത്തിനൊപ്പം തന്നെ പരീക്ഷ എഴുതിയ പ്രതിഭാശാലികളും ഇവിടെ വിലയില്ലാത്തവരാവുകയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കും. പാറ്റ്നയിൽ അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത 7 പേരിൽ 4 പേർ വിദ്യാർത്ഥികൾ, 3 പേർ അട്ടിമറി സംഘത്തിലെ അംഗങ്ങൾ. ബീഹാറിലെ ദാനാപൂർ ടൗൺ കൗൺസിലിലെ ജൂനിയർ എഞ്ചിനീയറായ സിക്കന്ദർ പ്രസാദ് യാദവേന്ദുവാണ് ആദ്യം അറസ്റ്റിലായത്. ഒപ്പം 2 പേർ കൂടി പിടിയിലായി. വിദ്യാർത്ഥികൾക്ക് ഉത്തരം പഠിപ്പിച്ചു നൽകിയ നിതീഷ് കുമാറും അമിത് ആനന്ദും. പാറ്റ്ന മൃഗശാലയോട് ചേർന്നുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസാണ് അരങ്ങ്. പരീക്ഷ നടക്കേണ്ടത് മെയ് 5-ന്. തലേന്ന് വൈകിട്ട് യാദവേന്ദുവിന്റെ മരുമകൻ അനുരാഗ് അവിടെ ഒരു മുറിയെടുക്കുന്നു. മാതാവ് റീനയും ഒപ്പമുണ്ട്. ഈ മുറിയെടുത്തു നൽകിയത് പ്രീതം കുമാർ എന്നയാളാണെന്ന് BJP ആരോപിക്കുന്നു. പ്രീതം കുമാർ RJD നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിന്റെ PA ആയിരുന്നു. ഈ കേസിൽ ഇതുവരെ പുറത്തുവന്ന രാഷ്ട്രീയ ബന്ധം ഇതാണ്. അതവിടെ നിൽക്കട്ടെ. മുറിയെടുത്ത ശേഷമാണ് ജുഗുപ്സാവഹമായ കാര്യങ്ങൾ നടന്നത്. ഇവരുടെ മുറിയിലേക്ക് നിതീഷ് കുമാറും അമിത് ആനന്ദും എത്തുന്നു. ഇവരാണ് ചോദ്യക്കടലാസ് കൊണ്ടുവന്നത്. ചോദ്യക്കടലാസിനൊപ്പം ശരിയുത്തരവും നൽകും എന്നാണ് കരാർ. അനുരാഗിന് ചോദ്യവും ഉത്തരവും നൽകാൻ 32 ലക്ഷം രൂപയ്ക്ക് ധാരണയിലെത്തുന്നു. ഒപ്പം 3 വിദ്യാർത്ഥികൾ കൂടി എത്തുന്നു: അവധേഷ് കുമാർ, ആയുൽ രാജ്, ശിവാനന്ദ് കുമാർ. ചെക്കുകൾ ആദ്യം വാങ്ങിവെക്കും. പരീക്ഷയ്ക്ക് ഇതേ ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ പണമായി തന്നെ കൈമാറും. ഇങ്ങനെയാണ് ധാരണ. ആ രാത്രി തന്നെ 4 പേരെയും ഉത്തരങ്ങൾ പഠിപ്പിക്കുന്നു. ഉത്തര സൂചിക നൽകിയത് അമിത് ആനന്ദാണ്. ചോദ്യക്കടലാസ് ഉണ്ടായിരുന്നത് നിതീഷ് കുമാറിന്റെ കൈവശവും. ആ രാത്രിയിലെ പരിശീലനത്തിനു ശേഷം പരീക്ഷ എഴുതാൻ പോയവർ പോലും ഞെട്ടിപ്പോയി. അതേ ചോദ്യക്കടലാസ് തന്നെയായിരുന്നു തലേന്ന് രാത്രി കണ്ടത്. 571 നഗരങ്ങളിലെ 4750 കേന്ദ്രങ്ങളിലായി 24 ലക്ഷം വിദ്യാർത്ഥികളാണ് ഭാവി ഡോക്ടർമാരാകാൻ പരീക്ഷ എഴുതിയത്. അവരൊക്കെ വഞ്ചിക്കപ്പെട്ടത് ഇങ്ങനെ മാത്രമല്ല. മാർക്ക് ദാനം നടന്നു എന്ന് കണ്ടെത്തിയ 1500-ലേറെ വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഈ സംഭവങ്ങളുടെ ഒരു വശം മാത്രമാണ്. ഒരിടത്ത് ചോദ്യക്കടലാസ് ചോർന്നത് തെളിവു സഹിതം പുറത്തുവരിക, മറ്റൊരിടത്ത് 1500 പേർക്ക് മാർക്ക് ദാനം ചെയ്യുക. പരീക്ഷാ സംവിധാനങ്ങൾ സംശയത്തിലാകുന്നത് ഇങ്ങനെ മാത്രമല്ല. കോളേജ് അധ്യാപകരാകാനുള്ള നെറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നത് ഇതിലേറെ ദുരൂഹമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം സമ്മതിച്ചത്. നെറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് നേരത്തെ തന്നെ ഡാർക്ക് നെറ്റിൽ എത്തിയിരുന്നു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ തന്നെയാണ് അതെന്ന് സ്ഥിരീകരിച്ചു എന്നും മന്ത്രി പറഞ്ഞു. CBI കേസെടുത്തു. കോളേജ് അധ്യാപകരാകാനുള്ള യോഗ്യത തെളിയിക്കുന്ന പരീക്ഷയാണ് നെറ്റ്. ജൂൺ 18 നടന്ന ആ പരീക്ഷ എഴുതിയത് 9 ലക്ഷം യുവാക്കൾ. അവർക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം തന്നെയല്ലേ ഇല്ലാതായത്? ഇതുവരെ മാർക്ക് ലിസ്റ്റ് തിരുത്തുകയും വ്യാജ മാർക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കുകയും ഒക്കെയായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾ. ഇപ്പോൾ ഡാർക്ക് നെറ്റ് വഴിയുള്ള ചോദ്യക്കടലാസ് ചോർച്ചയാണ് വ്യാപകമായി നടക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ചോദ്യക്കടലാസ് ചോർന്നതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 70 കേസുകൾ.
15 സംസ്ഥാനങ്ങളിലായി 1,80,00,000 പേർ എഴുതിയ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകളാണ് ചോർന്നത്. ആ കണ്ണിയിലെ അവസാനത്തെ സംഭവമാണ് നെറ്റ് പരീക്ഷയിലെ ചോർച്ച. സിവിൽ സർവീസിനായി UPSC നടത്തുന്ന പരീക്ഷയുടെ ചോദ്യക്കടലാസ് അലഹബാദിൽ ചോർന്നു എന്ന പരാതി ഉയർന്നത് 1992-ലാണ്. അന്ന് പാർലമെന്റ് 4 ദിവസമാണ് ഈ സംഭവം തുടർച്ചയായി ചർച്ച ചെയ്തത്. ചോർന്നു എന്ന് ആരോപിക്കപ്പെട്ടത് വ്യാജമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. ഇനി അത്തരം ആരോപണം പോലും ഉണ്ടാകാതിരിക്കാൻ അതോടെ ആ സംവിധാനം തന്നെ മുഴുവൻ പൊളിച്ചെഴുതി. നെറ്റും നീറ്റും ചോർന്ന ഇത്തവണ നിർബന്ധമായും പാർലമെന്റ് ഈ വിഷയം ചർച്ച ചെയ്യുക തന്നെ വേണം. അന്ന് മാർഗ്രറ്റ് ആൽവ ഓരോ ചോദ്യത്തിനും വ്യക്തതയോടെ ഉത്തരം നൽകി. ഇന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്നും അത്തരമൊരു സുതാര്യതയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.